ഒരുമിച്ച് തിയേറ്ററുകളിലെത്തി വിജയം നേടിയ സിനിമകളാണ് ജിത്തു മാധവിന്റെ ആവേശവും വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷവും. ഫഹദ് ഫാസിന്റെ രംഗണ്ണൻ തകർത്താടിയ ചിത്രമാണ് ആവേശം. ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം. കല്യാണി പ്രിയദർശൻ നായികയായി എത്തിയ ചിത്രത്തിൽ നീണ്ട അതിഥി വേഷത്തിൽ നിവിൻ പോളിയും എത്തിയിരുന്നു. ഇപ്പോൾ രണ്ട് സിനിമകളും ഒരുമിച്ച് വന്നപ്പോഴുണ്ടായ രസകരമായ പ്രമോഷൻ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ AMMയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ മനസ്സ് തുറക്കുന്നത്. ധ്യാനൊപ്പം തന്നെ ഫഹദ് ഫാസിലും ഈ ഒരു അഭിമുഖത്തിനുണ്ടായിരുന്നു. AMMയുടെ നേതൃത്വാംഗം കൂടിയായ നടൻ ബാബുരാജ് ആയിരുന്നു ഈ ഒരു അഭിമുഖത്തിന്റെ അവതാരകനായി എത്തിയത്. വളരെ രസകരമായ താരങ്ങളുടെ ഈ ഒരു അഭിമുഖത്തിൽ ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഡ്രാമയാണ്. ആവേശമാകട്ടെ തിയേറ്ററിൽ ആഘോഷമാക്കിയ, ശരിക്കും ആവേശമാക്കി മാറ്റിയ ചിത്രമാണെന്നും അതിന്റെ വ്യത്യാസങ്ങൾ ഈ രണ്ട് ചിത്രങ്ങൾക്കും ഉണ്ടെന്ന് കൂടി പറയുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ഈ ചിത്രങ്ങളുടെ പ്രൊമോഷന്റെ സമയത്ത് ഫഹദ് ഫാസിൽ വിളിച്ചതിനെ പറ്റിയും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ഇക്ക വിളിച്ചിരുന്നു, നമുക്ക് ഒരുമിച്ച് പ്രൊമോഷൻ ചെയ്യാമെന്നും പറഞ്ഞു. ഭയങ്കര ബുദ്ധിപരമായ ഒരു തന്ത്രമായിരുന്നു അതെന്നും ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഉണ്ണിയെയും വിളിക്കാമെന്ന് പറഞ്ഞു. നടൻ ഉണ്ണി മുകുന്ദനെ പറ്റിയാണ് ഈ പറയുന്നത്. ഉണ്ണിയുടെ ജയ് ഗണേഷ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നാൽ പക്ഷേ ആ ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ഉണ്ണി ഗുജറാത്തിലായതിനാൽ ആ പ്ലാൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ച താരങ്ങളുടെ കൂട്ടത്തിൽ താൻ ഒറ്റയ്ക്ക് മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷന് പോയതെന്നും ധ്യാൻ പറയുന്നുണ്ട്. എന്തെന്നാൽ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനൊപ്പം അഭിനയിച്ചത് പ്രണവ് മോഹൻലാലാണ്. പ്രണവ് മോഹൻലാൽ ആകട്ടെ സിനിമകളുടെ പ്രൊമോഷന് പോകാറുമില്ല. അതുപോലെ തന്നെ നിവിൻ പോളിയും കല്യാണി പ്രിയദർശനും വരാറില്ല. ആരെ കൊണ്ടുവരുമെന്ന ചിന്ത തനിക്ക് വന്നുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. അങ്ങനെ മറ്റവനെ ഇറക്കി. അതാരെന്നറിയുമോ? മറ്റാരുമല്ല, നമ്മുടെ മലയാളികളുടെ സ്വന്തം ഇഷ്ടതാരമായ ബേസിൽ ജോസഫിനെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി ധ്യാൻ ശ്രീനിവാസൻ ഇറക്കിയത്. കാരണം എന്തെന്നാൽ ഇവരുടെ ഒപ്പം പിടിച്ചു നിൽക്കണം. ഇവർ അവിടെ ഇലുമിനാറ്റിയും ഗലാട്ടയും ഒക്കെയായി നിൽക്കുകയാണ്. ഇവർ പിടിച്ചു തന്നെ നിൽക്കുകയാണ്. എന്നാൽ പക്ഷേ ചേട്ടൻ, അതായത് ധ്യാൻ ശ്രീനിവാസന്റെ സഹോദരനും വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പല സ്ഥലത്തും പോയി പ്രൊമോഷന്റെ ഭാഗമായി എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ പോലും ഒന്നും അങ്ങോട്ട് കേറിയില്ല എന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. നമ്മുടെ മിക്ക സിനിമയിലും ചെന്നൈ നന്മ ഇതൊക്കെ തന്നെയാണെന്നും ധ്യാൻ ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിലൂടെ തന്നെ പറയുന്നുണ്ട്. ഇതിലും ചെന്നൈയും നന്മയുമാണെങ്കിൽ ആളുകൾ തന്നെ കൊല്ലുമെന്ന് തനിക്കറിയാമായിരുന്നു. അങ്ങനെ താൻ ബേസിൽ ജോസഫിനെ പ്രൊമോഷന് വേണ്ടി വിളിച്ചുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ബേസിനൊട്ടും വയ്യായിരുന്നു. എന്നാലും നീ വരണം, സിനിമയെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, നമ്മൾ വെറുതെ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നാൽ മാത്രം മതിയെന്ന് പറയുകയും ചെയ്തു. 2 പരിപാടിക്ക് നീ വന്ന് കൂടെ ഇരുന്ന് തന്നാൽ മതി. അങ്ങനെ 10ഓളം ഇന്റർവ്യൂ കൊടുത്തുവെന്നും ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറയുന്നുണ്ട്. അതോടെ പടമൊന്ന് പൊന്തിയെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. എന്നാൽ പക്ഷേ അത് പിന്നെ ഒരു ബാധ്യതയായി മാറിയെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു. ആളുകൾ കരുതിയത് പ്രൊമോഷൻ ടൈമിൽ കാണുന്ന ഈ ഒരു കോമഡിയൊക്കെ സിനിമയിലും കാണുമെന്നാണ്. പക്ഷേ സിനിമ പുറത്തു വന്നപ്പോൾ ഇന്റർവ്യൂവിൽ കണ്ട തമാശയൊന്നും സിനിമയിൽ ഇല്ലല്ലോ എന്നാണ് ആളുകൾ ചോദിച്ചത്. അത് ശരിയാണ്, ഇന്റർവ്യൂവിൽ താനിരുന്ന് കോമഡിയൊക്കെ തള്ളിമറിച്ചിരുന്നു. സിനിമയിലാണെങ്കിൽ ആകെ സങ്കടവും കരച്ചിലുമെന്നാണ് പറഞ്ഞതെന്നും ധ്യാൻ ശ്രീനിവാസൻ ഓർക്കുന്നു. അതുപോലെ തന്നെ നിവിൻ പോളി വരുമ്പോഴാണ് ചിത്രം ഒന്ന് എലിവേറ്റ് ആകുന്നതെന്നും ധ്യാൻ ശ്രീനിവാസൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും തിയേറ്റർ ക്ലാഷായി റിലീസിനെത്തിയ ചിത്രങ്ങളായിരുന്നു. ആവേശത്തെ പറ്റിയും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ ഇവർ ഹിറ്റടിച്ചു. അപ്പോൾ പിന്നെ തനിക്ക് പടം കയറ്റിവിടണം, എന്തു പറയുമെന്ന് താൻ ചിന്തിച്ചിരുന്നു. ആ സമയത്ത് ബേസിലും പ്രൊമോഷനായൊന്നും വന്നില്ല. എന്നിട്ടും വെറുതെ അടിച്ചുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. ആ അടിച്ചത് മറ്റൊന്നുമല്ല, എന്തെന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഉസ്താദ് ഹോട്ടലും തട്ടത്തിൻ മറയത്തും ഇതുപോലൊരു നോമ്പുകാലത്തായിരുന്നു ഇറങ്ങിയതെന്നും ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർക്കുന്നു. അന്ന് തട്ടത്തിൻ മറയത്ത് ഒരുപടി മുന്നിലായിരുന്നുവെന്നും അങ്ങനെ ചരിത്രം ആവർത്തിക്കട്ടെ, അത് പറയുമ്പോഴും മമ്മൂക്ക ഫാൻസിന്റെയും ദുൽഖർ ഫാൻസിന്റെയും തെറി താൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ടായിരുന്നുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ്. അതുപോലെ തന്നെ പ്രിവ്യൂ കണ്ടതിന് ശേഷം ആവേശം സെക്കൻഡ് ഹാഫ് ലാഗാണെന്നും താൻ പറഞ്ഞുവെന്നും ആദ്യ ദിവസം തന്നെ പടം ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് തനിക്ക് മനസ്സിലായിരുന്നു. എന്നിട്ടും താൻ അങ്ങനെ പറഞ്ഞുവെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. എന്നാൽ പക്ഷേ തന്റെ ഈ ഒരു മോശം പരാമർശത്തെ പറ്റി നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് തന്റെ ഏട്ടൻ തന്നോട് ചോദിച്ചുവെന്നും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, താൻ പറഞ്ഞത് കൊണ്ടൊന്നും ഒരു തെണ്ടിയും ഇതൊന്നും കാര്യമായി എടുക്കുവാൻ പോകുന്നില്ല എന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല ഇതിന്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ പറഞ്ഞതിന്റെ തെറി വേറെ താൻ കേട്ടുവെന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത്. എന്നാൽ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം താൻ ഒരു ഇന്റർവ്യൂവിലൊന്നുമല്ല, തന്റെ ഫ്രണ്ട് സർക്കിളിനിടയിൽ വെച്ച് തന്നെയാണ് പറഞ്ഞതെന്നുകൂടി ധ്യാൻ ശ്രീനിവാസൻ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെയും അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെയും കീഴിൽ നസ്രിയ നസീമും അൻവർ റഷീദും ചേർന്ന് പുറത്തിറക്കിയ ഒരു ഇന്ത്യൻ മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് ആവേശം. 2024 ഏപ്രിൽ 11 ആവേശം തിയേറ്ററിൽ പുറത്തിറങ്ങി.
ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന ഫഹദ് ഫാസിലിനെ കൂടാതെ തന്നെ ഹിപ്സ്റ്റർ മിഥുൻ ജയ്ശങ്കർ, റോഷൻ ഷാനവാസ്, സജിൻ ഗോപു എന്നിവർക്കൊപ്പം മിഥൂട്ടിയും മൻസൂർ അലിഖാനും പ്രധാന വേഷങ്ങളിലെത്തിയിരുന്നു. സമീർ താഹിറും വിവേക് ഹർഷനും ചേർന്ന് ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ച ചിത്രത്തിന് സംഗീതമൊരുക്കിയത് സുഷിൻ ശ്യാമായിരുന്നു. സംവിധാനം, പ്രകടനങ്ങൾ, ആക്ഷൻ സീക്വൻസുകൾ, ഛായാഗ്രഹണം, സംഗീതം, സാങ്കേതിക വശങ്ങൾ എന്നിവയിൽ ചിത്രം നിരൂപക പ്രശംസയും നേടി. 30 കോടി ബജറ്റിൽ 155 കോടിയിലധികം നേടിയ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമായി മാറി. നിലവിൽ ഇത് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4ാമത്തെ മലയാളം ചിത്രം കൂടിയാണ്. കൂടാതെ തന്നെ ഇത് 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ മലയാളം സിനിമയും 2024 5ാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ദക്ഷിണേന്ത്യൻ സിനിമയുമാണ്. എന്നാൽ പക്ഷേ വിനീത് ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച ഇന്ത്യൻ മലയാളം ഭാഷാ കോമഡി നാടക ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ഈ ചിത്രം നിർമ്മിച്ച് വിതരണം ചെയ്തത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നിവിൻ പോളിയും ഒരു നീണ്ട അതിഥി വേഷത്തിലെത്തിയിരുന്നു. കല്യാണി പ്രിയദർശൻ, വൈജി മഹേന്ദ്രൻ, ഷാൻ റഹ്മാൻ, നീത പിള്ള, അജു വർഗീസ്, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, വിനീത് ശ്രീനിവാസൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ചിത്രത്തിൽ. ഈ ചിത്രത്തിന്റെ ഒറിജിനൽ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് നവാഗതനായ അമൃത് രാംദാദായിരുന്നു. ഈ ചിത്രവും 2024 ഏപ്രിൽ 11-നാണ് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയത്. എന്നാൽ പക്ഷേ ചിത്രം സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8ാമത്തെ മലയാള ചിത്രമായും ഈ ചിത്രത്തെ കണക്കാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.